മാർക്കറ്റിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ബാൻ ചെയ്യുക. അപ്പോൾ അതുവരെ കുടിച്ച ആളുകളൊക്കെ പൊട്ടന്മാരാണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് രോഗം വന്ന് ബുദ്ധിമുട്ടായില്ലേ എന്നുള്ള ചിന്തകൾ വരും. ോളം മരുന്നുകളുടെ കോമ്പിനേഷന് ഇന്ത്യയിൽ ബാൻ ചെയ്ത സ്ഥിതിക്ക് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് കോമ്പിനേഷൻ, ഈ കോമ്പിനേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ഈ ഇത്തരം മരുന്നുകൾ ബാൻ ചെയ്യാനുള്ള കാരണം എന്താ. അതായത് ഒരു സംശയം ഉണ്ടായിരിക്കും, ഇത്തരം മരുന്നുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ഒരുപാട് പഠനങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ മരുന്നുകൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കെ പിന്നെ എന്തിനീ മരുന്ന് ഇറക്കുന്നത്, ഈ മരുന്ന് കുടിച്ചിട്ട് ഇപ്പോൾ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നില്ലേ, ഇത് പ്രശ്നമല്ലേ, ഇതെന്തുകൊണ്ടാണ് ഇത് ബാൻ ചെയ്യാനുള്ള കാരണം എന്നുള്ളതും കൂടി മനസ്സിലാക്കാം. അതായത് പാരസിറ്റമോൾ, മെഫ്നാമിക് ആസിഡ്, ഫെനിലെഫ്രിൻ പോലത്തെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളും അതുപോലെ തന്നെ ചില വൈറ്റമിൻസും സപ്ലിമെൻസും പോലത്തെ മറ്റു ഗുളികകളും മരുന്നുകളൊക്കെയാണ് ആക്ച്വലി കോമ്പിനേഷൻ പ്രൊഡക്റ്റായിട്ട് ബാൻ ചെയ്തിട്ടുള്ളത്. കോമ്പിനേഷൻ പ്രൊഡക്റ്റാണ് ബാൻ ചെയ്തിട്ടുള്ളത്, ആക്ച്വലി ആ മരുന്നല്ല ബാൻ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യം, കോമ്പിനേഷൻ ഡ്രഗ് എന്തിനാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളിൽ കോമ്പിനേഷൻ മരുന്നുകൾ റയറായിട്ടേ ഉള്ളൂ, പൊതുവെ കുറവാണ് കാണപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കോമ്പിനേഷൻ മരുന്ന് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരു 6, 7, 10 മെഡിസിൻസ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഹൃദയ സംബന്ധമായിട്ടോ വേദന സംബന്ധമായിട്ടോ പനിയായിട്ടോ ജലദോഷമായിട്ടോ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു 10 ഗുളികകൾ അവർക്ക് ആവശ്യമായിട്ടും, ഗുളികൾ എന്നല്ല 10 മരുന്നുകൾ അവർക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്തരം 10 മരുന്നുകൾ അവർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഒരുപാട് ഗുളികൾ ഞാൻ കുടിക്കുന്നുണ്ട്, അത് പ്രശ്നമാകും, എൻ്റെ അസുഖത്തേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു പേടി അവരുടെ മൈൻഡിലുണ്ടായിരിക്കും. അപ്പം ഇത്തരം സമയത്ത് ഈ 10 ഗുളികകളുടെ ഒരു കോമ്പിനേഷൻ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, 3 ഗുളികയുടെ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ 2 ഗുളിക വേറെ കോമ്പിനേഷൻ ഉണ്ട്, 3 ഗുളിക വേറെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ടോട്ടൽ 8 ഗുളികകൾ വെറും 8 മരുന്നുകൾ വെറും 3 ഗുളികയായിട്ട് നമുക്ക് ലഭിക്കും. അപ്പം അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലുള്ള മരുന്ന് എത്ര, 3 മരുന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ അസുഖം വന്നിട്ടുണ്ട്, അതിന് 3 ഗുളിക ഡോക്ടർ എഴുതിയിട്ടുള്ളൂ, അസുഖം മാറും. മാനസികപരമായിട്ട് രോഗികൾ, പ്രത്യേകിച്ച് ഒരു രോഗിയാണ് എന്നുള്ളത്, ഒരു വലിയ രോഗമുണ്ട് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഒഴിവാക്കിയിട്ട് മാനസികമായിട്ടുള്ള സുഖം ലഭിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ആക്ച്വലി കോമ്പിനേഷൻ്റെ ഒരു ഗുണം. രണ്ടാമത്തെ ഗുണം ഇതിൻ്റെ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പാരസിറ്റമോൾ 500 mg ഗുളിക വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാരസിറ്റമോളിൻ്റെ 500 mg ഗുളിക, അത് വെയിറ്റ് നോക്കി 500 mg എല്ലാം ഉണ്ടായിരിക്കും. അതിൽ പാരസിറ്റമോൾ എന്ന് പറയുന്ന കണ്ടന്റ് 500 mg ഉണ്ടായിരിക്കുള്ളൂ, പക്ഷെ അത് ബൈൻഡറായിട്ട്, അത് ആ ടാബ്ലറ്റിൻ്റെ സ്ട്രക്ചർ നിൽക്കാൻ വേണ്ടിയിട്ട്, ആ ടാബ്ലറ്റിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ടാബ്ലറ്റിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ ടാബ്ലറ്റ് ഇപ്പോൾ ചില ടാബ്ലറ്റുകൾ ആമാശയത്തിൽ റിലീസാകാൻ വേണ്ടി വരും, ചില ടാബ്ലറ്റുകൾ ഇതിൻ്റെ എഫക്റ്റ് വരേണ്ടത് ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ ഈ ചെറുകുടലിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ആമാശയത്തിൽ മേടിക്കാൻ പാടില്ല, അപ്പോൾ അവിടെ പ്രൊട്ടക്റ്റിലാറ് കൊടുക്കേണ്ടി വരും, അത് ഈ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പോയിട്ട് വരണം. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പല കെമിക്കൽ ഏജൻസും മറ്റതുണ്ട്. ഓക്കെ, പാരസിറ്റമോളിൻ്റെ കൂടെ ബൈൻഡർ ഉണ്ടായിരിക്കാം, ഒരുപാട് ബൾക്കായിട്ട് മറ്റ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാരസിറ്റമോളും ഡൈക്ലോഫിനാക്കും എന്ന് പറയുന്ന മരുന്ന് കമ്പൈൻ ചെയ്തിട്ട് ഇവർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, പാരസിറ്റമോള് ഡൈക്ലോഫിനാക്ക് എന്ന് പറയുന്ന മരുന്നിനെ എല്ലാം ഈ കളർ മാറ്റാനോ അല്ലെങ്കിൽ സ്മെല്ല് കിട്ടാനോ ടേസ്റ്റ് കിട്ടാനോ അത് പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാക്കാനൊക്കെ ഒരു എമൗണ്ട്, ഒരു ക്വാണ്ടിറ്റി ഈ പറയുന്ന കെമിക്കൽസ് മാത്രം മതി. രണ്ടിനും ഉപയോഗിക്കുന്ന സെപ്പറേറ്റ് കെമിക്കൽസിന് പകരം ഇത് രണ്ടിനും കൂടി കുറച്ചൊരു ക്വാണ്ടിറ്റി മാത്രം ആവശ്യമായിട്ട് വരുള്ളൂ. അത്രയും കെമിക്കൽസ് ഈ പറയുന്ന പേഷ്യൻസിന് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അമിതമായിട്ടുള്ള കെമിക്കൽസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല മരുന്നുകളുടെ വിലയും കുറയ്ക്കാൻ പറ്റും. ഒരു പേഷ്യൻ്റ് തലവേദന അല്ലെങ്കിൽ പനി ഉണ്ടെങ്കിൽ പാരസിറ്റമോളും ഡൈക്ലോഫിനാക്ക് വേദന മരുന്ന് കൊടുക്കുകയാണെങ്കിൽ പാരസിറ്റമോളും ഉണ്ടായിരിക്കും, ഡൈക്ലോഫിനാക്കും ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും പാരസിറ്റമോൾ ഡൈക്ലോഫിനാക്ക് ഒരുമിച്ച് കഴിക്കുകയാണെന്നെങ്കിൽ പനിയും തലവേദന മാറി കിട്ടും. അപ്പോൾ ഒരു ഗുളിക മാത്രമേ വരുന്നുള്ളൂ, അതിന് ചിലവ് കുറയും, റേറ്റും കുറവായിരിക്കും. 2 ഗുണമാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന 2 ഗുണങ്ങൾ മാത്രമാണ് കോമ്പിനേഷൻ ഡ്രഗിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി ഈ കോമ്പിനേഷൻ മരുന്നുകളാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകളാവട്ടെ മാർക്കറ്റിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ബാൻ ചെയ്യുക. അപ്പോൾ അതുവരെ കുടിച്ച ആളുകളൊക്കെ പൊട്ടന്മാരാണോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രോഗം വന്ന് ബുദ്ധിമുട്ടായില്ലേ എന്നുള്ള ചിന്തഗതി വരും.
ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു മരുന്ന് മാർക്കറ്റിൽ കണ്ടെത്തി പുറത്തിറക്കിയിട്ട് FDA എന്ന് പറയുന്ന ഫുഡ് ഡ്രഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 3 സ്റ്റേജ് ഓഫ് ക്ലിനിക്കൽ ട്രയൽ നടത്തി. അത് ആദ്യം കുറച്ച് ആളുകൾക്ക് കൊടുക്കണം, പിന്നെ ഹെൽത്തി ഒരുപാട് ആളുകൾക്ക് കൊടുക്കണം, പിന്നെ ഒരുപാട് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് അത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്നിട്ട് ഇത് എഫക്റ്റീവ് ആണ്, ഇതിന് സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളില്ല, സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഇതിന് വരുന്നുണ്ട്, അങ്ങനെയെങ്കിൽ മാത്രമേ ഇത് മാർക്കറ്റിലേക്ക് ഇറക്കുള്ളൂ. അപ്പോൾ ഇത്തരം മരുന്നുകൾ ഇറക്കിയതിന് ശേഷം പിന്നെ ബാൻ ചെയ്യുന്നത് എന്തിനാ? അവിടെയാണ് അലോപ്പതി മരുന്നിൻ്റെ പ്രധാന പോയിന്റ് കിടക്കുന്നത്. ഒരു മരുന്ന് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും അതിനെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങളും റിസർച്ചുകളും നടക്കുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് പോസ്റ്റ് മാർക്കറ്റിംഗ് സ്റ്റഡീസ്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഈ സാധനം എത്തിയതിന് ശേഷം ഉണ്ടാകുന്ന സ്റ്റഡീസ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് നമ്മുടെ ശരീരത്തും ഓരോരോ മരുന്നുകളും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അതിനെതിരെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ തന്നെ ചെറിയ ക്ലിനിക്കൽ ട്രയൽ നടന്ന സമയത്ത് ഒരുപാട് ആളുകൾ പരീക്ഷ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ആളുകളിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തനായിട്ടൊരാളെ ഞാൻ, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരുപാട് ആളുകൾ വേറെ ഉണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പം ആ മരുന്ന് ഈ പറയുന്ന ആളുകൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കില്ല, അതുകൊണ്ട് അത് അപ്രൂവ്ഡ് ആയി. അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആൾ ഞാൻ ആ ക്ലിനിക്കൽ ട്രയലിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ പറഞ്ഞ പ്രകാരം തന്നെ ഈ വേദനയുടെ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും എന്നുണ്ടെങ്കിൽ, അത് വേദനയുടെ മരുന്ന് കുടിച്ചു കഴിഞ്ഞ് ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ട് വരുമെന്നല്ല പറഞ്ഞത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഗുളിക കുടിച്ച് കാരണമായിട്ടാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അറൈസ് ചെയ്തത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഫുഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഈ ഫാർമക്കോ വിജിലൻസിലോട്ട് ഇത് റിപ്പോർട്ട് ചെയ്യും. ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇപ്പം ഈ പരപ്പനങ്ങാടിയിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏതോ ഒരു വ്യക്തിക്ക് ഈ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തിക്ക് ഇതുപോലെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഒരേ ബുദ്ധിമുട്ട് വന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഫുഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവരതൊരു പഠനത്തിന് വിധേയമാക്കും. ഇത് എത്രത്തോളം എഫക്റ്റീവ് ഉണ്ട്, ഇനി ഈ പറയുന്ന പ്രശ്നത്തിനേക്കാൾ ബെനിഫിറ്റ് ഇതിന് കിട്ടുന്നുണ്ടോ, അത് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാലാണ് അത് ബാൻ ചെയ്യൽ, അല്ലെങ്കിൽ ഇത് ഇത്തരം പോപ്പുലേഷനിൽ ഇത്തരം ആളുകൾക്ക് അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ചില മരുന്നുകൾ കുടിച്ച് ഈ പ്രഗ്നൻസ് ആയ ആളുകൾക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് പഠനം നടത്തിയതിനു ശേഷം അറിയും ഇത് കൊടുക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് മനസ്സിലാക്കേണ്ടത് ഡൈക്ലോഫിനാക്കോ അല്ലെങ്കിൽ അസിക്ലോഫിനാക്കോ പാരസെറ്റമോൾ ലിവോതൈറോക്സിനോ വാട്ടെവർ ഡ്രഗ് എന്ത് മരുന്ന് നിങ്ങൾ കഴിച്ചിട്ടും നിങ്ങൾക്ക് ഈ നിങ്ങൾ വായിച്ചു നോക്കുകയാണ്, ഇപ്പോൾ ഡൈക്ലോഫിനാക്കും പാരസെറ്റമോൾ അല്ലെങ്കിൽ അസിക്ലോഫിനാക്കും പാരസെറ്റമോൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള പേടി കൊണ്ടാണ് ഈ മരുന്ന് ബാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുടെ മരുന്ന് കഴിക്കുന്ന പാക്കറ്റിൽ നോക്കുന്ന സമയത്ത് അസിക്ലോഫിനാക്ക് പാരസെറ്റമോൾ, ഞാൻ കഴിക്കുന്ന മരുന്നാണല്ലോ ഇത്, മിക്കവാറും എൻ്റെ ഹൃദയം അടിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാവർക്കും സംഭവിക്കുന്നില്ല, റയറസ്റ്റ് ഓഫ് റയറായിട്ട് ചില ആളുകൾക്ക് കണ്ടിട്ടുണ്ട്. ഈ റയറസ്റ്റ് റയർ ആളുകൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുള്ള ഒരു കൂടി ചേർന്നിട്ട് ഒരു പെർട്ടിക്കുലർ നമ്പറിൽ എത്തുമ്പോഴാണ് ഇതിനെ പറ്റിയുള്ള ഫർദർ സ്റ്റഡീസ് നടക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ പെടുമെന്ന് ഒരിക്കലും ഇതിന് പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് മരുന്ന് കുടിച്ച് എന്ന് കരുതിയിട്ട് ഞാൻ അസുഖമുള്ളവനാകുന്നോ എനിക്ക് ബുദ്ധിമുട്ടാവുന്നു എന്ന് പേടിച്ചിട്ട് മറ്റു അസുഖം ഉണ്ടാക്കേണ്ട എന്നതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയില്ല, ആയുർവേദം, ഹോമിയോ, യുനാനി ഇതിലൊക്കെ ഒരുപാട് റിസർച്ച് കാര്യം നടക്കുന്നെങ്കിൽ തന്നെ മാർക്കറ്റിൽ എത്തിയതിന് ശേഷം ഒരാൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ട് അതിന് ബാൻ ചെയ്യുന്ന സംഭവങ്ങളൊന്നും അത് ആ സിസ്റ്റം നടക്കാത്തത് കൊണ്ടാണ് ആ ഒരു വിഭാഗത്തിൽ ആ സംഭവം ഇല്ലാത്തത്. പക്ഷെ അവിടെ ഒന്നും സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളതല്ല പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ മരുന്ന് കൂടി ഈ പറഞ്ഞ ബാൻ ചെയ്ത മരുന്ന് ലിസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ മരുന്ന് ഞാൻ കുടിച്ചതാണല്ലോ, എനിക്ക് ലിവർ അടിച്ചു പോകുമല്ലോ, ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഇതുവരെ കുടിച്ചത് കഴിഞ്ഞു, ഇനി അങ്ങോട്ട് അത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഈ പറഞ്ഞ രീതിയിലേക്കാണ് ഇത്തരം മരുന്ന്. ഇപ്പോൾ പാരസെറ്റമോള് ലിവറിന് ഇഞ്ചുറി ഉണ്ടാക്കും എന്ന് കരുതിയിട്ട് ആരെങ്കിലും പാരസെറ്റമോൾ കുടിക്കാതിരിക്കുന്നുണ്ടോ? ചില ആളുകൾ ഉണ്ടായിരിക്കാം. പാരസെറ്റമോൾ ലിവറിന് ഇഞ്ചുറി ഉണ്ടാക്കും എന്ന് പറയുന്ന കൂടെ തന്നെ പറയുന്നുണ്ട് ഒരു മനുഷ്യന് ലിവറിന് ഇഞ്ചുറി ഉണ്ടാകാത്ത രീതിയിൽ കഴിക്കുന്ന ഡോസ് 4 ഗ്രാമാണ് ഒരു ദിവസം. അതുവരെ കഴിക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ? ഈ പറയുന്ന ഡോസ് വരെ കഴിക്കാം, അതിനപ്പുറത്തേക്ക് കടന്നാലേ ലിവറിന് ഇഞ്ചുറി ഉണ്ടാക്കുള്ളൂ. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അസിക്ലോഫിനാക്ക് പാരസെറ്റമോൾ എന്ന് പറയുന്ന മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കും. അതിന് പ്രശ്നം എന്താ വെച്ചാൽ ഒരു ഡോക്ടറെ കാണിച്ച സമയത്ത് സാറാ മരുന്ന് എഴുതി, കാലുവേദന സമയത്ത് ഇത് മരുന്നാണ്. സാറ് എഴുതിയുള്ളത് 3 ദിവസത്തിന് അല്ലെങ്കിൽ 7 ദിവസത്തിന്. അത് കഴിഞ്ഞ ശേഷം കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം നീര് പോയിട്ടും വീണ്ടും വേദന വരുന്നുണ്ടെങ്കിൽ ഫർദർ ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ് ഡോക്ടറിന്. നിങ്ങൾ എന്ത് ചെയ്യും? ആ മരുന്ന് കുടിച്ച് 3 ദിവസം കഴിയുമ്പോൾ അസുഖം മാറി. അപ്പം നീ പിന്നെ വീണ്ടും വേദന വന്നു, വീണ്ടും മരുന്ന് കുടിക്കും അസുഖം മാറി, വീണ്ടും അസുഖം വരും, വീണ്ടും മരുന്ന് കുടിക്കും അസുഖം മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിക്ലോഫെനാക്, പാരസിറ്റമോൾ എന്ന് പറയുന്ന മരുന്ന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലിവർ കേടുവരും, നിങ്ങളുടെ കിഡ്നി കേടുവരും. ഇതാണ് ആക്ച്വലി ഇതിന്റെ പ്രോബ്ലം വരുന്നത്. കോമ്പിനേഷൻ ഡ്രഗ്സ് ഇറക്കുന്ന സമയത്ത് ഈ പറയുന്ന ആളുകൾ മിസ്യൂസ്, ഇതിന്റെ ഗുണങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, ഈ ഗുണങ്ങളെ ഓവർകം ചെയ്തുകൊണ്ട് മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ എന്നുള്ളത് കൊണ്ടാണ് ഇത് ബാൻ ചെയ്യാനും കൂടി ഉള്ളൊരു കാരണം. മാത്രമല്ല സപ്ലിമെന്റ്സ്, വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. പല പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രോബ്ലം പോസ്റ്റ് കോവിഡിന്റെ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, എനിക്ക് ഭയങ്കര ഹെൽത്ത് ഉണ്ടാവണം, ഒരു വിറ്റാമിൻ ന്യൂട്രിയൻസോ കുറവ് കാരണമായിട്ട് ഞാൻ വീക്കായി പോകരുത് എന്ന് കരുതിയിട്ട് വിറ്റാമിനും സപ്ലിമെന്റ്സും ന്യൂട്രിയൻസും എന്തൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ അതൊക്കെ എടുത്ത് കഴിക്കുക. ഈ ഒരു ടെൻഡൻസി നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സപ്ലിമെന്റ്സ് ആയാലും വിറ്റാമിൻസ് ആയാലും ന്യൂട്രിയൻസ് ആയാലും, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കൺസൾട്ട് വിത്ത് ദ ഡോക്ടർ ആൻഡ് ദെൻ ഓൺലി യു ക്യാൻ ടേക്ക് ദ മെഡിസിൻ ഓർ സപ്ലിമെന്റ്സ്, എവറിത്തിങ്. എന്ത് മെഡിസിൻ പറയാറുള്ളത്, ഡോണ്ട് പ്ലേ വിത്ത് ഡ്രഗ്സ്. സെൽഫ് മെഡിക്കേഷൻ ഒരിക്കലും പെർമിറ്റബിൾ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാൻ ചെയ്തിട്ടുള്ള മരുന്നുകൾ എന്ന് പറയുന്നത് അതൊരു കോമ്പിനേഷൻ ഡ്രഗ്സ് ആണ്. ആക്ച്വലി മരുന്നുകളല്ല, വീണ്ടും പറഞ്ഞ് ഇത് മരുന്നുകളല്ല ആക്ച്വലി ഇത് ബാൻ ചെയ്തിട്ടുള്ളത്, മരുന്നുകളുടെ മിശ്രിതത്തെയാണ് ബാൻ ചെയ്തിട്ടുള്ളത്. ഇതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. ഇത് സൈഡ് എഫക്റ്റ് വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 2 മരുന്നുണ്ടല്ലോ, ഒരു മരുന്ന് മറ്റു മരുന്നിൻ്റെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ ആഗിരണം കുറയുകയാണ്, അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് എഫക്റ്റ് ലഭിക്കുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ കോമ്പിനേഷൻ ഡ്രഗായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട, അത് ഓരോന്നായിട്ട് കൊടുത്താൽ മതി എന്നുള്ളത് ഒരു പോയിന്റ്. രണ്ടാമതായിട്ട്, ഒരു മരുന്നും 2 മരുന്ന്, ഈ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് രണ്ടാമത്തെ മരുന്നിൻ്റെ സാന്നിധ്യത്തിൽ ഭയങ്കരമായിട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് ടോക്സിക് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന മരുന്നുകൾ കാര്യങ്ങൾ, ഇതുവരെ കുടിക്കുന്ന മരുന്ന് കാര്യങ്ങളൊക്കെ ഞാൻ ഇനി കഴിക്കാൻ പറ്റുമോ ഇല്ലേ, സംശയമാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കമൻറ്റിൽ വന്നിട്ട് ചോദിക്കാം, റീപ്ലൈ തരാവുന്നതാണ്. പിന്നെ മാത്രമല്ല, അതിൻ്റെ പുറമെ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ ഈ പറയുന്ന ബാൻഡ് ഡ്രഗ് ഉണ്ടോ എന്ന് നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൺസേൺഡ് ഡോക്ടറുമായി സംസാരിക്കാം, നിങ്ങളുടെ നിയർ ബൈ ഉള്ള ഫാർമസിസ്റ്റോട് സംസാരിച്ച് അതിന് കൺഫർമേഷൻ ആക്കി വരുത്താം. നിങ്ങളെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാം. ബട്ട് വൺ മോർ തിങ് ഈസ് ദാറ്റ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയി കാണിക്കും. നിങ്ങളുടെ കൺസേണിനെ പോയി കാണിച്ചിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടില്ല, അതിന് പകരം ഞാൻ എന്ത് കഴിക്കണം എന്നുള്ളതും തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. വെറുതെ മരുന്ന് കഴിച്ചു എന്ന് കരുതിയിട്ട് പേടിച്ച് മറ്റു അസുഖങ്ങൾ ഉണ്ടാക്കേണ്ട. ഈ പറയുന്ന രീതിയിലേക്ക് തന്നെ നിങ്ങൾ അതിന് ബാധ്യസ്ഥരായിരിക്കില്ല. അത് ഏതോ ഒരാൾക്ക് അത് ബാധിക്കുന്നുള്ളൂ, നിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല. പക്ഷെ ഈ മരുന്ന് ബാൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ഇറ്റ്സ് ഫോർ അവർ സേഫ്റ്റി. ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ സേഫ്റ്റി മാനദണ്ഡപ്പെടുത്തിയിട്ടാണ് ഇത് ബാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് മനസ്സിലാക്കിയിട്ട് അലോപ്പതി മരുന്നുകൾ എടുക്കാൻ ശ്രമിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് വ്യക്തമായി ഫാർമസിസ്റ്റിനോടോ ഡോക്ടറോടോ ചോദിച്ച് മനസ്സിലാക്കുക. ഊഹാപോഹങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. താങ്ക് യു.